പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സകല മഹത്വം കൊടുക്കുന്നു. നമുക്കെതിരായി ഒരുക്കുന്ന ശത്രുവായവൻ ഒരുക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. നമ്മുടെ കുടുംബത്തിന് നേരെ, നമ്മുടെ വ്യക്തിപരമായ ലൈഫിന് നേരെ അവൻ ഒരുക്കുന്ന പദ്ധതികൾ, അവൻ ഒരുക്കുന്ന കെണികൾ ഒന്നും പ്രാർത്ഥിക്കുന്നവന് നേരെ ഇനി ഫലിക്കുകയില്ല എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ ദാനിയേൽ എന്ന ഒരു ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കുന്നവൻ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. സിംഹങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സിംഹങ്ങൾ ഇരപിടിക്കുന്നതും സിംഹങ്ങൾ കാട്ടിലെ രാജാവാണെന്നൊക്കെ നമുക്കറിയാം. പട്ടിണിയിട്ട സിംഹത്തിൻ്റെ നേരെ ദാനിയേൽ എന്ന പ്രാർത്ഥനാ മനുഷ്യനെ കൊണ്ട് സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എറിയുമ്പോൾ ശത്രുവായവൻ ഒരുക്കിയ പദ്ധതി പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ, പ്രാർത്ഥനയുടെ പേരിൽ ദാനിയേല് തകരുമെന്നാണ്. 6-ാം അധ്യായം 10-ാമത്തെ വാക്യം അതാണ് വായിക്കുന്നത്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞിട്ട് അവൻ പ്രാർത്ഥിക്കാൻ പോയി. ആ രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞിട്ട് അവൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അതിന് മുന്നോടിയായിട്ടുള്ള വാക്യങ്ങൾ പറയുന്നത്, അവൻ പ്രാർത്ഥിച്ചത് മനസ്സിലാക്കി. അവൻ രാജാവിനോടല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെ മനസ്സിലാക്കി കൂടെയുള്ളവർ എന്ത് ചെയ്യുക? അവനെതിരെ ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്, ചില പ്ലാനുകൾ ഉണ്ടാക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവൻ ഇനി രാജ്യത്ത് കാണല്, രാജാവിനോട് പ്രാർത്ഥിക്കാം. കാരണമൊന്നും വേറെ ഒന്നുമല്ല, പ്രാർത്ഥിക്കുന്ന ദാനിയേൽ എന്തു ചെയ്താലും അതിനകത്ത് ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. എന്തു ചെയ്താലും അത് നന്മയുള്ളതായിരുന്നു ദാനിയേൽ ചെയ്യുന്നത്. അതുകൊണ്ട് ദാനിയേലിനെ രാജാവിന് വളരെ ഇഷ്ടമായിരുന്നു, ബോധിച്ചിരുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത ഏതാണ്? പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യേകത, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? അങ്ങേ നോക്കി ഇന്ന് ഈ വചനപ്രകാരം ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങയോട് ചിലർക്ക് ഇഷ്ടം തോന്നും, ചിലർക്ക് അനുകമ്പ തോന്നും, ചിലർ അങ്ങയോട് കൂടെ നിൽക്കുവാനിടയായി ചെയ്യും. സ്തോത്രം ചെയ്യും. എന്നാൽ ചിലർ അവനെതിരെ പദ്ധതികൾ ആവിഷ്കരിച്ചു. എന്നാ അവനോട് ഇഷ്ടം കൂടുതലാ. പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യേകത, ദൈവം അവനോടൊപ്പം എന്നും കാണുവാനിടയായി തീരും. ചില പദ്ധതികൾ, ചില സിംഹക്കുഴികൾ പ്രാർത്ഥിക്കുന്നവനെ നേരെ ഒരുക്കിയാലും അതിനകത്തൊന്നും തളർന്നു പോകത്തില്ല ദാനിയേലിന്റെ പ്രാർത്ഥന. എന്നെ കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ചിലർ നമുക്കെതിരെ ഒരുക്കുന്ന കുരുക്കിനകത്തും, ചിലർ നമുക്കെതിരെ ഒരുക്കുന്ന അപവാദത്തിനകത്തും തകർന്നു പോകേണ്ടതല്ല. നമ്മുടെ പ്രാർത്ഥന യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ പ്രാർത്ഥിച്ചനന്തരം സംഭവിച്ചത്, ശത്രുവായവൻ ഒരുക്കിയ പദ്ധതികൾ, ആവിഷ്കരിച്ച പദ്ധതികൾ എന്തായിരുന്നു? സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളയും. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ? സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളയുമെന്ന് രാജാവിനെ കൊണ്ട് എഴുതി മുദ്ര വെപ്പിച്ച അതേ സമയം തന്നെ നിശ്ചയമായ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ദൈവത്തിന്റെ ദൂതനെ അയച്ച് തന്റെ ദാസൻ ഒരു കേടും വരുത്താതെ വണ്ണം സൂക്ഷിക്കുവാനിടയായിത്തീർന്നു. ചിലർ ചില പദ്ധതികൾ ഒരുക്കിക്കോട്ടെ. ശത്രുവായ ചില ആയുധങ്ങൾ നിനക്കെതിരെ, എനിക്കെതിരെ ഒരുക്കിക്കോട്ടെ. പക്ഷെ നാം ഭയപ്പെട്ടു പോകരുത്, നാം തളർന്നു പോകരുത്. അവൻ ഒരുക്കുന്ന പദ്ധതികൾക്കകത്ത് എൻ്റെ അവസാനമാണെന്നല്ല, അതിനകത്തും ദൈവത്തിനൊരു പ്ലാൻ എന്നെ കുറിച്ചുണ്ട്. ഹല്ലേലൂയ. ദാനിയേല് ഒന്നും തന്നെ തർക്കങ്ങളോ വാദങ്ങളോ ഒന്നും തന്നെ അവിടെ ഉപയോഗിച്ചില്ല. രാജാവ് എന്താണോ കൽപ്പനയിട്ടിരിക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്ന് എൻ്റെ ഭാഷ പറഞ്ഞ വളരെ കൂളായിട്ട് രാജാവിൻ്റെ കൽപ്പന പോലെ
അവർ ദാനിയേലിനെ എന്തു ചെയ്തു? സിംഹക്കുഴിയിലിട്ട് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു രാത്രി ദാനിയേല് ആ സിംഹക്കുഴിക്കകത്ത് കിടന്നു. ഇട്ടവർ പ്രതീക്ഷിച്ചത് ദാനിയേലിന്റെ എല്ലു പോലും ബാക്കി കാണത്തില്ല, ദാനിയേലിന്റെ പേര് പോലും ഇനി ഉച്ചരിക്കത്തില്ല എന്നാണ്. എന്നാൽ ദാനിയേലിനെ സംരക്ഷിക്കുവാൻ ദാനിയേലിന് പ്രാർത്ഥിച്ച ദൈവം വിശ്വസ്തനാണെന്ന് അവിടെ തെളിയിക്കുകയാണ്. ഇന്ന് ഈ സമയം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. നാം പ്രാർത്ഥിച്ചനന്തരം നമുക്കെതിരെ ചില ആയുധങ്ങൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ, നാം ഉപവാസിച്ചനന്തരം നമുക്കെതിരെ ചില ആയുധങ്ങൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഓർത്തോ, നമ്മുടെ പ്രാർത്ഥന വിലപ്പെട്ട പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന വളരെ ഉത്തരവുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നിർത്തരുതേ. നമുക്കെതിരായ ഒരായുധവും ഫലിക്കത്തില്ല. നമുക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വർഗമുണ്ട്. നമുക്ക് വേണ്ടി ഇറങ്ങി നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ സമയം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമുക്കെതിരെ ഒരുക്കിയ ചില പദ്ധതികളെ വ്യർത്ഥമാക്കി കളഞ്ഞിട്ട് ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനിടയായിത്തീരും. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ രാജാവ് തന്നെ വന്ന് ദാനിയേലിനെ പുറത്തെടുത്തു. ആരാണോ നിനക്കെതിരെ ആയുധം ഒരുക്കിയത്, ആരാണോ പ്രാർത്ഥിക്കുന്ന ദാനിയേല് അങ്ങയ്ക്കെതിരെ ചില കെണികൾ ഒരുക്കിയത്, ആ കെണിക്കകത്ത്, ആയുധത്തിനകത്ത് അവർ തന്നെ വീഴുവാനായി തീർന്നു. വളരെ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ നമ്മുടെ ഉള്ളിലുള്ള ചില ഭയങ്ങൾ പുറത്തു കളഞ്ഞ്, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചു, മറ്റുള്ളവരെന്നെ അപമാനിക്കുകയാണല്ലോ, മറ്റുള്ളവരെന്നെ താഴ്ത്തിക്കിട്ടുകയാണല്ലോ, മറ്റുള്ളവരെന്നെ പരിഹസിക്കുകയാണല്ലോ എന്നൊക്കെ നമ്മുടെ ചില ചിന്താഗതികൾ മാറ്റിവെച്ച് നാം പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മുടെ മറുപടി കേൾക്കും. വളരെ പ്രാർത്ഥനയോടാകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.